നമ്മുടെ എൻഗേജ്മെൻ്റ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സഹായിച്ച് ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പറ്റി നമുക്ക് ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് കിച്ചുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ജാനുട്ടി ഞാനും പപ്പയും ഏട്ടനോടിയാണ് വന്നത്. ജാനുട്ടി എന്താ പിണങ്ങി കിടക്കുന്നതെന്ന് അറിയാമോ? അതായത് ഈ ഒരു കമ്മൽ ജാനുട്ടിയുടെ കാതിൽ ഏകദേശം 2 വർഷം കൊണ്ട് കിടപ്പുണ്ട് കേട്ടോ. ഇതിടുന്നതിന് മുമ്പ് ജാനുട്ടിയെ കമ്മലെല്ലാം കൊണ്ട് കളയുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിട്ട് കൊടുത്തത്. ഇപ്പോൾ ആണ് ഇതല്ലാതെ വേറൊരു കമ്മൽ ജാനുട്ടിയുടെ കാതിൽ കയറത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും മാറണമെന്ന് പറഞ്ഞതിൻ്റെ പിണക്കാണ്. അതാണ്ട് ഇതാണ് കേട്ടോ നമ്മളുടെ കിച്ചുവിൻ്റെ എൻഗേജ്മെൻറ്റ് റിങ്. പിന്നെ നമ്മൾ താലിമാല എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു ബ്രേസ്ലെറ്റ് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ലൈറ്റ് വെയിറ്റിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവേലിക്കരയുള്ള രാജധാനിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇതാണ്ട് കിച്ചുവിന് വേണ്ടിയിട്ട് കുറേ ബ്രേസ്ലെറ്റ് ഒക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ളവരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജാനു അപ്പോഴും പിണക്കത്തിൽ തന്നെയാണ് കേട്ടോ. എനിക്ക് കമ്മൽ വേണ്ടാന്ന് പറഞ്ഞ്, പക്ഷേ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ജാനു കുട്ടിക്ക് കല്യാണത്തിന് ഒരു ജിമിക്ക് ഇട്ട് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജിമിക്ക് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. നമ്മളല്ലാതെ സ്ഥിരം ഇടാനായിട്ട് ഒരു കമ്മലാണ് കേട്ടോ നോക്കിയത്. ഇനി ഫസ്റ്റ് ടാസ്ക് അവളുടെ കാതിൽ കിടക്കുന്ന റിങ് ഊരിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കഷ്ടപ്പെട്ട് ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഊരാനായിട്ട് എനിക്കും ഏട്ടനും ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് കാതിലിട്ടിരുന്ന ഒരു കമ്മലായിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കിതിപ്പോൾ മാറ്റിയല്ലേ പറ്റൂ. അപ്പോൾ അതാണ്ട് ഈ കമ്മൽ ഇടാനായിട്ട് ജാനു സമ്മതിക്കുന്നില്ല. ആകപ്പാട് ഇടം തിരിഞ്ഞു കരച്ചിലും ബഹളവും. അങ്ങനെ താണ്ട് ഏട്ടൻ പിടിച്ച് എണ്ണ മടിയിലൊക്കെ ഇരുത്തിട്ടുണ്ട് കേട്ടോ. ജാനു എവിടെ ഇരിക്കാനാണ്? ജാനു ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ. ശരിക്കും കാത് കുത്തണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ ഷോപ്പിൽ ചേട്ടൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, പുറകിലൂടെയാണ് ഇട്ടിട്ട് നമുക്ക് ഫ്രണ്ടിലൂടെ കമ്മൽ ഇങ്ങനെ ആ കുഴയില്ലേ കമ്മലിൻ്റെ അതിങ്ങനെ തിരുക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ പണിപ്പെട്ട് നമ്മളുടെ കമ്മലൊക്കെ ജാനൂട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടി വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ടാറ്റാ ബൈ ബൈ.